ലക്ഷ്യത്തിലേക്കുള്ള യാത്രാമധ്യേ മരണമാണ് പതിയിരിക്കുന്നതെങ്കിൽ സുധീരം ഞാനത് നേരിടും. കാരണം മുട്ടുകുത്തി നിന്ന് കേഴുന്നതിനേക്കാൾ അഭികാമ്യം നിവർന്നു നിന്ന് മരിക്കുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോകത്തെമ്പാടും അടരാടുന്ന മനുഷ്യന് ക്യൂബൻ ആകാശത്ത് തെളിഞ്ഞ ചുവന്ന നക്ഷത്രം സഖാവ് ചെഗുവേര പകർന്നു നൽകിയ ഊർജ്ജപ്രവാഹമാണ് ഈ വാക്കുകൾ. ഇവിടെ പഴയ മലബാർ ഡിസ്ട്രിക്റ്റിൽ കോഴിക്കോട് പുതിയങ്ങാടിയിൽ പുതിയയിടത്ത് അച്യുതമേനോക്കിയും മറ്റ് അറിഞ്ഞവരും അറിയപ്പെടാത്തവരുമായ അനേകർക്കൊപ്പം ഈ വചനങ്ങൾ ഏറ്റുവാങ്ങുകയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട പ്രവർത്തകനും നേതാവുമായിരുന്നു അച്യുതമേനോൻ. നമ്മുടെ കേരളത്തിലെ തന്നെ തൊഴിലാളി പ്രസ്ഥാനത്തിന് കോഴിക്കോട് ജില്ല വലിയ സംഭാവനയാണ് നൽകിയിരുന്നത്. പ്രത്യേകിച്ച് ഫറോക്ക് മേഖല. ഫറോക്ക് മേഖലയിലുള്ള നിരവധി സ്ഥാപനങ്ങളിലെ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിൽ മേനോക്കി വലിയ പങ്കാണ് വഹിച്ചത്. കോഴിക്കോട് കേന്ദ്രമാക്കി പ്രവർത്തിച്ച പാർട്ടിയുടെ ആദ്യകാല നേതാക്കളുടെ നിർദ്ദേശമനുസരിച്ചാണ് അദ്ദേഹം കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിരുന്നത്. പാർട്ടി പ്രവർത്തനത്തിൽ, തൊഴിലാളി സംഘടനാ പ്രവർത്തനത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു സംഘാടകനായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരെന്ന നിലക്ക് നിരവധി പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന മേനോക്കി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലാണ് രക്തസാക്ഷിത്വം ഭരിക്കുന്നത്. ആ കാലത്തെ ഹോംഗാർഡുകളുടെ ക്രൂരമർദ്ദനത്തിനിരയായി രക്തസാക്ഷിത്വം ഭരിച്ച മേനോക്കി കമ്മ്യൂണിസ്റ്റുകാർക്കെല്ലാം മാതൃകയായ പാർട്ടി പ്രവർത്തനം നയിച്ച നേതാവാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.